നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ ഭാര്യയായിട്ട് നിനക്ക് തുടർന്ന് ജീവിക്കണം. കള്ളു കുടിച്ചോണ്ട് നിനക്ക് ഭ്രാന്തായിരിക്കുക. വെറുതെ പിച്ചും പേയും പറയല്ലേ. എനിക്ക് വളരെ കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. കണ്ണു തുറക്ക്. അമ്മേ, മോളെ. അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മ കണ്ണു തുറക്കമ്മേ. മോളെ, കണ്ണു തുറക്ക് ദേവി. അമ്മേ, അമ്മേ, കണ്ണു തുറന്നു ദേവി. എന്റെ ഭഗവാനെ. ദേവി, ദേവി. ജേട്ടാ, മരിച്ചു പോയെന്ന് കരുതിയോ ചേട്ടാ? മോളെ, ഇല്ല, എന്നെ വിട്ടു പോവാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പേടിച്ചു പോയി ദേവി. ഞാനും ഒരു മനുഷ്യനല്ലേ. ജേട്ടന് വേണ്ടി ജനിച്ച പെണ്ണാ ഞാൻ. ജേട്ടനെ തനിച്ചാക്കി എന്നെ മാത്രം വിളിക്കോ ദൈവം? ദേവി, ജേട്ടാ. മഹാദേവ, നീ തന്നെ കാത്തു. എന്റെ ഭഗവാനെ. അവൻ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വിളിച്ചു നോക്കാം. മൈഥിലേ, എടാ, നീ പറഞ്ഞ അടയാളം വെച്ച് ഞാനിവിടെ വന്നു. ഈ ഉത്രാടം എഴുതിയ വീടാണോ? അത് തന്നെ. വാതില് തുറന്ന് കിടപ്പുണ്ട്. നീ അകത്തേക്ക് വാ. ശരി, ഓക്കെ. അടിപൊളി വീടാണല്ലോ. വാടകയ്ക്കെടുത്തതായിരിക്കും. അത് ശരി, രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങിയതായിരിക്കും ഈ മുടിഞ്ഞ വെള്ളമടി. എടേ, ചില സിറ്റുവേഷൻസില് ഇവന്റെ മഹനീയ സാന്നിധ്യം വലിയൊരു അനുഗ്രഹം. എടേ, മദ്യം മനുഷ്യനെ മഹാമാരാകൂന്ന് കാളിദാസ് മുതല് കാളിയാർ തങ്കപ്പൻ വരെ എഴുതിയിട്ടുണ്ട്. ഓവർ ആക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. നീ ഇരിക്കുമാതിരി. എങ്ങനെയുണ്ട് ഈ പുതിയ വീട്? നല്ല വീടാ. ഇതിനകത്ത് കയറിയപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഈ കള്ളിന്റെ പണം ഒഴിച്ച്. കള്ളിന്റെ മണം നീ വിട്.
എനിക്കും എൻ്റെ മൈഥിലിക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ വാടകയ്ക്കെടുത്ത വീടായത്. പക്ഷേ എൻ്റെ ആ മോഹം സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണങ്ങൾ പലതാ. പക്ഷെ അത് എന്ത് തന്നെയായാലും ഈ വീടിൻ്റെ പുറകിൽ എനിക്കൊരു ശവക്കുഴി വെട്ടേണ്ടി വരും. ആ ശവക്കുഴിയിൽ എനിക്കൊരാളെ വെട്ടി മൂടേണ്ടിയും വരും. നീ എന്തൊക്കെയാ വൈശാഖി പറയുന്നേ? ഞാൻ കള്ളുമൂത്ത് പറയുന്നതായിട്ടൊന്നും നീ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയുന്നത് കാര്യവാടി. കൊലപാതകം കഴിഞ്ഞ് ഞാൻ പോലീസിനെ വെട്ടിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. കൊന്നു കഴിഞ്ഞ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്, കോടതിയിൽ ഞാൻ കുറ്റം സമ്മതിക്കും, പിന്നെ സെൻട്രൽ ജയിലിലേക്ക്. എന്താ വൈശാഖി ഇത്? ആരെയാ നീ കൊല്ലുന്നേ? കാർത്തിയെ അതോ മീനാക്ഷിയോ? അവരെയൊക്കെ ഞാൻ എന്തിനു കൊല്ലണം? ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ. മറ്റൊരാളെയോ? അതെ, എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ. പെണ്ണിനെയോ? ഏത് പെണ്ണ്? നീ തന്നെ, അല്ലാതെ ആര്? എന്നെ അനുനിമിഷം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനീ എന്റെ ജീവിതം ഹോമിക്കണം? എടാ, നിന്നെ ഞാൻ വഞ്ചിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈശാഖേ. നിന്റെ നാടകങ്ങൾ എന്നോട് വേണ്ട. കാർത്തിയുമായിട്ട് ഡിവോഴ്സ് വേണ്ട. ചെമ്പകമംഗലത്ത് നിന്ന് പോവുകയും വേണ്ട. വൈശാഖേ, കോടാനുകോടി വില വരുന്ന ഉടവാളും വേണ്ട, കുഞ്ഞിനെയും വേണ്ട. കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് തുടർന്നാ മതി. എന്റെ ദൈവമേ, എന്തൊക്കെയായി നീ പറയുന്നേ? ഡ്രാമ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൈശാഖേ, മീനാക്ഷിയുടെ കണ്ണീര് കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിനക്ക് മീനാക്ഷിയുടെ കണ്ണീര് കാണാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം തുലയ്ക്കണം. ഈ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത്, ഈ പരികളെല്ലാം കേട്ട് ഞാൻ നിന്നെയും തട്ടിക്കൊണ്ട് ചെമ്പകമംഗലത്ത് നിന്ന് പോന്നത് നിന്നോടത്ത് ജീവിക്കാനാ. ഞാൻ പ്രേമിച്ച പെണ്ണ് എന്നെ ചതിക്കുകയാണെങ്കിൽ ചതിക്കുന്നവളെ തീർത്തിട്ട് ജയിലിലേക്ക് പോകുന്നത് തന്നെയാ നല്ലതെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വൈശാഖേ, ഇതൊന്നും എന്റെ മാത്രം പ്ലാനുകളല്ല. നീ ഇന്ദ്രജ അമ്മായിയും കൂടെ പറഞ്ഞിട്ടാ ഞാൻ ഇതിനൊക്കെ തയ്യാറായത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പെട്ടെന്ന് മാറി. നിന്റെ ലക്ഷ്യം എന്താന്ന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. ആ മീനാക്ഷി കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കാർത്തിയെ വിട്ടുകളെ നിനക്കിപ്പോ മനസ്സ് വരുന്നില്ല അല്ലേ? അവന്റെ ഭാര്യയായിട്ട് നിനക്ക് തുടർന്ന് ജീവിക്കണം. കള്ളു കുടിച്ചോണ്ട് നിനക്ക് ഭ്രാന്തായിരിക്കാം. വെറുതെ പിച്ചും പേയും പറയല്ലേ. എനിക്ക് വളരെ കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.